ലോക സിനിമയുടെ ചരിത്രത്തിലേക്ക് കുതിച്ചുകയറിയ റോക്കി എന്ന സിനിമയും അതിലെ റോക്കി ബാൽബോ എന്ന കഥാപാത്രത്തെ വിസ്മയമാക്കിയ സിൽവസ്റ്റർ സ്റ്റലോണും. ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് സിൽവസ്റ്റർ സ്റ്റലോൺ. 1946 ജൂലൈ 6-ന് USA-യിലെ ന്യൂജേഴ്സിയിൽ ജാക്കി സ്റ്റാലോണിന്റെയും ഫ്രാങ്ക് സ്റ്റാലോണിന്റെയും 8 മക്കളിൽ ഒരാളായാണ് ഇദ്ദേഹത്തിന്റെ ജനനം. കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന്റെ വിളിപ്പേര് ബിങ്കി എന്നായിരുന്നു. സ്റ്റാലോണിന്റെ ജനനസമയത്തുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഇടതുഭാഗത്ത് തളർച്ചയ്ക്ക് കാരണമായി. മുഖത്തെ ഈ വൈകല്യം സ്റ്റാലോണിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് കാരണമായി. തുടർച്ചയായി 6 പതിറ്റാണ്ടുകളോളം ബോക്സ് ഓഫീസിൽ നമ്പർ 1 സിനിമയിൽ അഭിനയിച്ച 2 അഭിനേതാക്കളിൽ ഒരാളാണ് സ്റ്റാലോൺ. ഹാരിസൺ ഫോർഡാണ് മറ്റൊരു നടൻ. 80-90 കാലഘട്ടങ്ങളിലാണ് സ്റ്റാലോണിന്റെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ പുറത്തുവന്നത്. ഇതിൽ റോക്കി ഫ്രാഞ്ചൈസ്, റാംബോ ഫ്രാഞ്ചൈസ്, കോബ്ര, ഡേലൈറ്റ്, ക്ലിഫ് ഹാങ്ങർ, ടാങ്കോ ആൻഡ് ക്യാഷ്, കോപ്ലാൻഡ്, നൈറ്റ് ഹോക്സ്, ലോക്കപ്പ്, ദ ഡെമോളിഷൻ മാൻ, ദ സ്പെഷ്യലിസ്റ്റ്, കൂടാതെ എക്സ്പെൻഡബിൾസ് സീരീസിലെ സിനിമകൾ, അതുപോലെ തന്നെ ദ എസ്കേപ്പ് പ്ലാൻ തുടങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1976-ൽ ജോൺ ജി അവിൽസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്പോർട്സ് ഡ്രാമ ഫിലിമാണ് റോക്കി. സിൽവസ്റ്റർ സ്റ്റലോൺ, ടാലിയ ഷെയർ, ബർട്ട് യങ്, കാൾ വെതേൽ, ഫെർഗസ് മെറിഡിത്ത് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ബിൽ കോണ്ടിയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഫിലാഡൽഫിയയിൽ നിന്നുള്ള ഒരു പാവപ്പെട്ട ചെറുകിട ക്ലബ് ബോക്സറായ റോക്കി ബാൽബോ എന്ന ചെറുപ്പക്കാരൻ ലോക ഹെവിവെയ്റ്റ് ചാമ്പ്യനായ അപ്പോളോ ക്രീഡിനെതിരെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്താണ് റോക്കി സിനിമ അതിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. 1976 നവംബർ 20-ന് ചിത്രം റിലീസ് ചെയ്തു. വെറും 1 മില്യൺ ബഡ്ജറ്റിൽ താഴെ നിർമ്മിച്ച ചിത്രം 225 മില്യൺ കളക്ട് ചെയ്ത് ആ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഈ സിനിമയുടെ വിജയം സിൽവസ്റ്റർ സ്റ്റാലോണിനെ ഹോളിവുഡിലെ ഒരു വലിയ താരമാക്കി മാറ്റി. ആ വർഷത്തെ ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ ഓസ്കാർ അവാർഡും ചിത്രം നേടി ചരിത്രം കുറിച്ചു. ഇതിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് സൗണ്ട് എന്നീ വിഭാഗങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച കായികപരമായ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ റോക്കി എന്ന സിനിമയുടെ സ്ഥാനം വളരെ വലുതാണ്. ലോക സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച സിനിമയായും എക്കാലത്തെയും മികച്ച കായിക സിനിമയായും റോക്കി ഇന്നും വാഴ്ത്തപ്പെടുന്നു. അതിലുപരി പല ആളുകൾക്കും ഒരു റിയൽ ലൈഫ് മോട്ടിവേഷൻ കൂടിയായി റോക്കി എന്ന സിനിമ മാറി. റോക്കിയും അതിലെ തീം സോങ്ങും 1970-കളിലെ അമേരിക്കൻ ജനകീയ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി. 2006 ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ സാംസ്കാരികപരമായും ചരിത്രപരമായും ബന്ധപ്പെട്ട സിനിമയായി റോക്കിയെ തിരഞ്ഞെടുത്തു. റോക്കി ആദ്യ ഭാഗത്തിന്റെ വിജയം പിന്നീട് ഈ സീരീസിൽ 8 സിനിമകൾ കൂടി പുറത്തിറങ്ങുന്നതിന് കാരണമായി. 2023-ൽ പുറത്തിറങ്ങിയ ക്രീഡ് 3 ആണ് അവസാന ചിത്രം.